ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ സിനിമയെ കുറിച്ച് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ബ്രഹ്മാണ്ഡം, കിടിലൻ സിനിമ. അതുപോലെ ഈ സിനിമയുണ്ടല്ലോ, ഇമോഷണലി നിങ്ങളെ വളരെയധികം കണക്ട് ആക്കും. അത്രയും രസമാണ് കണ്ടിരിക്കാൻ. കഥാനായകനും അദ്ദേഹത്തിന്റെ സുഹൃത്തും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ പ്രശ്നത്തെ ഇവരെല്ലാവരും ഒരുമിച്ച് നേരിടുകയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഭൂമിയുടെ മുകളിൽ അങ്ങ് ശൂന്യാകാശത്തില് വളരെയധികം ഭീമാകാരമായിട്ടുള്ള ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. അതെന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതിന്റെ വലിപ്പം കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്. പിന്നീട് പതിയെ പതിയെ അതിൽ നിന്നും ഒരു ചെറിയ കഷ്ണങ്ങൾ ഭൂമിയിലേക്ക് വന്നു. അതിന്റെ വലിപ്പം തന്നെ ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അങ്ങ് ശൂന്യതയിൽ നിന്നും മനുഷ്യരെ തേടി വന്ന ആ വലിയ രഹസ്യം, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ ആ ഒരു സത്യം എന്താണ്, ഭൂമിക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കാണാൻ പോവുകയാണ്. ധൈര്യമായിട്ട് കണ്ടോ, അടിപൊളി കിടിലൻ സിനിമയാണ്. സിനിമയുടെ ആരംഭം ജൂലൈ 2. അങ്ങ് സ്പേസിൽ ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന മൂൺ, അതായത് നമ്മുടെ അമ്പിളിമാമനെ കാണിക്കുകയാണ്. അതിനരികിലൂടെ ഭയങ്കര ഭീമാകാര വലുപ്പമുള്ള എന്തോ ഒന്ന് പോകുന്നുണ്ട്. ഭീമാകാരം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആ ഒരു വലുപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇത്രയും വലുപ്പമുള്ള ഒരു സാധനം ഭൂമിയെ ലക്ഷ്യമാക്കി വരുമ്പോൾ അതിന്റെ ആ ഒരു സിഗ്നൽ എന്തായാലും ഭൂമിയിൽ കിട്ടുമല്ലോ. ഭൂമിയിലെ ഒരു റിസർച്ച് സെന്ററിൽ ഇതുപോലെ വളരെ വിചിത്രമായിട്ടുള്ള സിഗ്നലുകൾ കിട്ടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആ സയന്റിസ്റ്റ് ഈ ഒരു വിവരം മേലുദ്യോഗസ്ഥരോട് അറിയിക്കുകയാണ്. അധികം വൈകാതെ എല്ലാവരും വരുന്നുണ്ട്. ആദ്യമെല്ലാം അവർ വിചാരിച്ചത് ഇനി വല്ല റഷ്യൻ ചാരവിമാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ, എന്നാൽ അതൊന്നുമല്ല. എന്തോ വലുതായിട്ട് എന്തോ ഒന്ന് ഭൂമിയെ തന്നെ ലക്ഷ്യമാക്കിയിട്ട് വരികയാണ്. അതിന്റെ ആ ഒരു വലുപ്പം എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 50,000 കിലോമീറ്ററോളം വലുപ്പം വരും. അതായത് ചന്ദ്രൻ ഉണ്ടല്ലോ, അതിന്റെ 4/1 ഭാഗത്തിന്റെ അത്രയും വലുപ്പം. ഇനി ഇതെങ്ങാനും വല്ല ഉൽക്കേറ്റാണോ എന്ന് മിലിറ്ററി ജനറൽ ചോദിച്ചപ്പോൾ സയന്റിസ്റ്റ് പറയുന്ന കാര്യം, സാറേ അങ്ങനെയൊന്നുമല്ല. കാരണം ആ വരുന്ന സാധനത്തിന്റെ വേഗത പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. ഒരു ഉൽക്കേറ്റാണെങ്കിൽ വരുന്നതിനനുസരിച്ച് അതിന്റെ വേഗത കൂടുതൽ ചെയ്യുക. എന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായി വേഗം തന്നെ ഡിഫൻസ് മിനിസ്റ്റർ വിളിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ ഡിഫൻസ് മിനിസ്റ്റർ നേരെ പോകുന്നത് നമ്മുടെ പ്രസിഡന്റ് അരികിലേക്കാണ്. ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് പ്രസിഡന്റ് ഈ ഒരു വിവരം അറിയുന്നത് കേട്ടോ. വേഗം തന്നെ ആ ഒരു ലാബിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിയുന്നുണ്ട്. അതായത് ആർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല ഭൂമിയിലേക്ക് വരുന്ന ആ ഭീമാകാരമായിട്ടുള്ള സംഭവം അതെന്താണെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സംതിങ് ബിഗ്, എന്തോ ഒന്ന് ഇവിടെ സംഭവിക്കാൻ പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കഥയുടെ സെക്കൻഡ് ഹീറോയാണ്. ആളുടെ പേര് ഡേവിഡ് എന്നാണ്. അച്ഛനായിട്ടുള്ള ജൂലിയസിന്റെ കൂടെ ഇരുന്ന് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഇവർക്കൊന്നും, അതായത് പബ്ലിക്കിനൊന്നും യാതൊരു അറിവുമില്ല. അതുപോലെ നമ്മുടെ ഡേവിഡ് ചെറിയൊരു നിരാശയിലാണ്. ആളുടെ ഭാര്യയായിട്ടുള്ള അലീന ഇപ്പൊ ഡിവോഴ്സ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു വിഷമത്തിലാണ്. അപ്പൊ ജൂലിയസ് പറയുന്നത് ഇതൊന്നും വലിയ കാര്യമാക്കണ്ടാ, വിട്ടുകളാ. ശരി അച്ഛാ, ഞാൻ എന്തായാലും ഇപ്പൊ പോവാന്ന് പറഞ്ഞിട്ട് ഡേവിഡ് വേഗം അവിടുന്ന് പോവാണ്. ഇതിനുശേഷം വീണ്ടും സ്പേസിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. പെട്ടെന്ന് ആ വലിയൊരു ഭീമാകാരമായ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊരു ഏലിയൻ സ്പേസ് ഷിപ്പാണ്. അക്കാര്യത്തിൽ ഉറപ്പാണ്. അത്രയും ഭീമാകാരമായിട്ടുള്ള ആ ഒരു ഷിപ്പിന്റെ ഉള്ളിൽ നിന്നും ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരുപാടെണ്ണം ഭൂമിയിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മിലിറ്ററി ജനറലും അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി വന്നിട്ട് നമ്മുടെ പ്രസിഡന്റിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഭൂമിയിലേക്ക് വരുന്ന ഓരോ ചെറിയ കഷ്ണങ്ങൾക്കും ഏകദേശം 15 കിലോമീറ്റർ വലുപ്പമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, 15 കിലോമീറ്റർ വലുപ്പമുള്ള എന്തോ ഒന്ന് ഒരുപാടെണ്ണം ഭൂമിയെ ലക്ഷ്യമാക്കി വരികയാണ്. വെറും 25 മിനിറ്റ് കൊണ്ട് അത് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ എത്താനും സാധ്യതയുണ്ട്. ഒരുപാട് ന്യൂസ് ചാനൽ ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഭൂമിയുടെ പല ഭാഗത്തും, ഇറാഖ്, ഇന്ത്യ, ചൈന, അങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ വലിയ വലിയ സ്പേസ് ഷിപ്പുകൾ വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 15 കിലോമീറ്ററോളം വ്യാസം ഉണ്ട് അതിന്. അധികം വൈകാതെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട്. അതായത് ഭൂമിയെ ലക്ഷ്യമാക്കി എന്തൊക്കെയോ ചില അപകടങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പബ്ലിക്കിനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ ആരും പാനിക് ആവരുത്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾ പഠിക്കുകയാണ് പ്രസിഡന്റ് പറയാണ്. ഇതേ നേരം തന്നെ ഭൂമിയിൽ നിന്നും ഏകദേശം ഒരു 1 കിലോമീറ്റർ മുകളിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് നിലയുറപ്പിച്ച ഈ വലിയ സ്പേസ് ഷിപ്പുകൾ, അതും ഒരു മേഘക്കൂട്ടത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ അതെന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഫ്ലൈറ്റുകൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അതായത് ആർമിയുടെ ഫ്ലൈറ്റുകളാണ്. എന്നാൽ അതെന്താണെന്ന് നോക്കാൻ പോയ എല്ലാ ഫ്ലൈറ്റുകളും തകർന്നില്ലാതാവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, സിനിമയുടെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള ഡേവിഡ്. അവൻ വർക്ക് ചെയ്യുന്നത് ഒരു ന്യൂസ് ചാനലിലാണ്. അതുപോലെ തന്നെ ആൾ ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ ഭൂമിയിലേക്ക് വരുന്ന ഈ സ്പേസ് ഷിപ്പുകൾ അതെന്താണെന്നൊന്നും ഡേവിഡിന് അറിയുന്നില്ല. ഇങ്ങനെ വരുന്നുണ്ടെന്ന് പോലും അറിയില്ല. പക്ഷേ സംതിങ് എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള ചില സിഗ്നലുകൾ ഡേവിഡിന് മാത്രമായിട്ട് കിട്ടി. അത് അവൻ മാത്രം ഡീകോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം പറയാനായിട്ട് അവന്റെ ബോസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ ഏലിയൻ സ്പേസ് ഷിപ്പ് ഒക്കെ വരുന്നുണ്ട് എന്ന് ഈ ഗവൺമെന്റ് തന്നെ പറഞ്ഞപ്പോൾ എല്ലാവരും ആകെ പേടിച്ച് അവിടുന്ന് ഓട്ടുകയാണ്. ഇവിടുന്ന് സ്ഥലം കാലിയാക്കാണ് പല ആൾക്കാരും. ഇതിനുശേഷം ഒരുപാട് വലിയ ഫാമുകൾ ഉണ്ടല്ലോ, അതിനരികിൽ കിടക്കുന്ന ഒരു ബാറ് കാണിക്കുകയാണ്. ഒരു കുടിയനായ മുഴുക്കുടിയനായിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്, റസൽ. അപ്പൊ ഇയാൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭൂമിയൊക്കെ വല്ലാത്ത രീതിയിൽ കുലുങ്ങുകയാണ്. എല്ലാവരും പുറത്തേക്ക് പോയി നോക്കുമ്പോൾ മേഘത്തിന്റെ വലിയൊരു പാളി തന്നെ ഇവരുടെ ആ ഒരു വയലിനെ ലക്ഷ്യമാക്കി വരികയാണ്. അതങ്ങനെ പതിയെ പതിയെ മുകളിലൂടെ അങ്ങനെ നീങ്ങിപ്പോയി ഇപ്പോ സിറ്റിയുടെ നടുവിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഇത് കണ്ട് പേടിച്ചോടുന്ന സമയത്ത് നമ്മുടെ ഡേവിഡ് ഉണ്ടല്ലോ, ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വന്നിട്ട് ഇതെന്താണെന്ന് നേരിട്ട് അവന്റെ കണ്ണുകൾ കൊണ്ട് അടുത്ത് നിന്ന് കാണുകയാണ്. അതേ നേരം തന്നെ അവന്റെ ലാപ്ടോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സിഗ്നലുകൾ കിട്ടുന്നുണ്ട്. വേറെ ആർക്കും ഈ സിഗ്നലൊന്നും കിട്ടുന്നില്ല കേട്ടോ. എന്തായാലും ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള പട്ടാളക്കാരനായിട്ടുള്ള സ്റ്റീഫനെയാണ്. കൂടെ തന്നെ ഭാര്യയായിട്ടുള്ള
ജാസ്മിനുണ്ട്. രണ്ടെണ്ണം ഉച്ചയ്ക്ക് വെയിൽ ചന്തയിൽ അടിച്ചിട്ടും എഴുന്നേറ്റിട്ടില്ല. പൂരം ഉറക്കാണ്. ഇവിടെ നടക്കുന്ന കോലാഹലങ്ങളൊന്നും ഇവർ അറിയുന്നില്ല കേട്ടോ. എന്തായാലും ആസനത്തിൽ ചൂട് തട്ടിയപ്പോൾ, അതായത് വെയിലടിച്ചപ്പോൾ നമ്മുടെ ആശാൻ പതിയെ എഴുന്നേറ്റ് വരികയാണ്. അപ്പൊ പല്ല് കേൾക്കാൻ വേണ്ടി ചുമ്മാ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അയൽവാസികളൊക്കെ എങ്ങോട്ടോ എടുത്ത് പായുകയാണ്. അപ്പൊ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി നേരെ പുറത്തേക്ക് വരികയാണ് നമ്മുടെ സ്റ്റീഫൻ. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള സ്റ്റീഫൻ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത്. ഇപ്പൊ അവനുള്ള ചായയുമായിട്ട് ഭാര്യയായിട്ടുള്ള ജാസ്മിനും വരുന്നുണ്ട്. ജാസ്മിനും അപ്പോഴാണ് ഈ ഒരു കാര്യം കാണുന്നത് കേട്ടോ. ഇവർക്കൊരു ചോട്ടപ്പീകിരി മകനുണ്ട്. പക്ഷെ ആ മകൻ നമ്മുടെ സ്റ്റീഫന്റെ മകനല്ല കേട്ടോ. ജാസ്മിൻ ഇപ്പൊ അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് സ്റ്റീഫൻ. സ്റ്റീഫൻ ഇതുവരെയായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല. രണ്ടുപേരും ലിവിങ് ടുഗദറിലാണ്. എന്തായാലും ആകാശത്ത് കണ്ട ആ ഒരു ഭീമാകാരമായ സാധനത്തിനെ കണ്ട് രണ്ടുപേരും ഞെട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മുടെ ഡേവിഡിനെ കാണിക്കുകയാണ്. ഡേവിഡ് അവന്റെ ഡിവോഴ്സ് ആയ വൈഫ് ഉണ്ടല്ലോ അലീനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അലീന ജോലി ചെയ്യുന്നത് പ്രസിഡന്റിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ്. അപ്പൊ പ്രസിഡന്റിനോട് കാര്യമായിട്ട് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. സോ അതിനുവേണ്ടി പല തവണ അലീനയെ ഡേവിഡ് വിളിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഡേവിഡ് പറയുന്ന കാര്യങ്ങളൊന്നും അലീന മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. അവളാണെങ്കിൽ ഭയങ്കര ബിസിയിലാണ്. കാരണം പ്രസിഡന്റ് പബ്ലിക്കായിട്ട് എന്തൊക്കെയോ ന്യൂസ് റിപ്പോർട്ടേഴ്സിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പൈൻ്റെ ഇടയിൽ വെറുതെ ശല്യപ്പെടുത്താൻ നീ ഇങ്ങനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവള് വേഗം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഡേവിഡ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നേ ഇല്ല. എന്തായാലും ഇതിനുശേഷം നമ്മുടെ സ്റ്റീഫനെ കാണിക്കുകയാണ് കേട്ടോ. അവനൊരു പട്ടാളക്കാരനാണ്. ഇതുപോലെ ഡേഞ്ചറസ് സിറ്റുവേഷൻ വന്നാൽ എല്ലാ പട്ടാളക്കാരും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ. അവൻ നേരെ ക്യാമ്പിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ജാസ്മിൻ പറയണേ എടോ പോണോ? അപ്പോ സ്റ്റീഫൻ പറയുന്നുണ്ട് എടി ഞാനൊരു പട്ടാളക്കാരനല്ലേ. ഒരു പട്ടാളക്കാരനാകുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പേടിച്ച് വീട്ടിലിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്തായാലും ജീവനോടെ വരും. നമ്മുടെ വിവാഹം നടത്തും നമ്മൾ. ഒരുപാട് വിഷമത്തോട് കൂടിയിട്ടാണ് ജാസ്മിൻ ഇപ്പോൾ സ്റ്റീഫന് പറഞ്ഞയക്കുന്നത്. കാരണം പട്ടാളക്കാരുടെ ലൈഫ് അങ്ങനെയാണല്ലോ. എപ്പോ എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതേ സമയം തന്നെ പബ്ലിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കള്ളന്മാർ ഈ ഒരു സമയം അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ജനങ്ങളൊക്കെ പാനിക് ആയതുകൊണ്ട് അവരുടെ വീടുകളിൽ കയറുക, കടകളിൽ കയറുക, കൊള്ളയടിക്കുക, ആകെ കൂടി ഒരു അരക്ഷിതാവസ്ഥ. ജനങ്ങളൊന്നും പോലീസുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ ഡേവിഡ് എങ്ങനെയൊക്കെയോ അച്ഛന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ ഏതെങ്കിലും കള്ളന്മാരായിരിക്കും എന്ന് കരുതിയിട്ട് ഗണ്ണെടുത്തിട്ടാണ് ഡേവിഡിന്റെ അച്ഛൻ ജൂലിയസ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അച്ഛാ വെടിവെക്കല്ലേ ഇത് ഞാനാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പിന്നീട് എത്രയും പെട്ടെന്ന് കാർ എടുക്കണം, നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയണം, അത്യാവശ്യം എന്ന് പറയണം. ഇതിനുശേഷം ഈ സിനിമയിലെ വേറൊരു കഥാപാത്രത്തെ കാണിക്കാൻ കേട്ടോ. ഒരു പയ്യനാണ് മിഖായേൽ. ആൾക്കൊരു അനിയനും ഉണ്ട്, അതുപോലെ തന്നെ അനിയത്തിയും ഉണ്ട്. ഈ അനിയന് തീരെ സുഖമൊന്നുമില്ല. ഇവർക്കൊരു അച്ഛനുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഒരു കള്ളുകൂടിയാൻ റസൽ ഉണ്ടല്ലോ, അയാൾ തന്നെ. എന്തായാലും മിഖായേൽ അനിയനെയും അനിയത്തിയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കുകയാണ്. ആ സമയത്ത് റസൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ലടാ നീയൊക്കെ എങ്ങോട്ടാ പോകുന്നേ ചോദിച്ചപ്പോൾ മിഖായേൽ പറയാണ് ഞാൻ എന്റെ അനിയനെയും അനിയത്തിയും കൂട്ടി ഇവിടുന്ന് പോവാണ്, നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം. അപ്പൊ റസൽ ചോദിക്കാണ് മിഖായേൽ നീ എന്താ അങ്ങനെ ഒരു വർത്താനം? അപ്പൊ മിഖായേൽ പറയുന്നുണ്ട് എടോ നിങ്ങൾ എന്റെ അമ്മയെ വിവാഹം കഴിച്ചു, ആ ഒരു ബന്ധം മാത്രമേ നിങ്ങളുമായിട്ട് ഞങ്ങൾക്കുള്ളൂ. ഇളയ മകനായിട്ടുള്ള ട്രോയ് എത്ര ദിവസമായി അസുഖമായിട്ട് കിടക്കുന്നു, അവന് വേണ്ട മരുന്നിന്റെ കാര്യമെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ട് ആ കാര്യത്തിൽ? ഇതിങ്ങനെ തുറന്നടിച്ച് പറഞ്ഞ സമയത്ത് റസൽ ആകെ സ്റ്റെക്കായി പോവാണ്. കാരണം മക്കളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും തന്തക്ക് വിഷമം ഉണ്ടാവുമല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, തന്ത മക്കളെ നോക്കുന്നൊന്നുമില്ല. ഇതേ നേരം തന്നെ ഇളയ ചെറുക്കനായിട്ടുള്ള ട്രോയ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് പറയാണ് നിങ്ങൾ എന്നെ വലിയ സൂക്കേടുകാരനൊന്നും ആക്കണ്ട, ദാ ഈ മരുന്നല്ലേ, ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു മരുന്നിന്റെ കുപ്പി എടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. ഇത് കണ്ട് മിഖായേൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം കാശ് കൊടുത്ത് മേടിച്ച സാധനം ഈ സിറ്റുവേഷനിൽ ഇനി ഇത് എവിടെ പോയി മേടിക്കാനാ? കൂടുതലൊന്നും നമ്മുടെ മിഖായേൽ ആലോചിച്ചില്ല. അനിയത്തിയും അനിയനെയും കൂട്ടി വേഗം തന്നെ അവിടുത്തെ സ്ഥലം വിടുകയാണ്. കാരണം അവരിപ്പം നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് ആ സ്പേസ് ഷിപ്പ് വന്നിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഭൂമിയിൽ തട്ടിയിട്ടില്ല, മുകളിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പം മറ്റൊരു ഭാഗത്ത് ഡേവിഡ് അച്ഛനെയും കൂട്ടിയിട്ട് നേരെ ഈ അലീനയെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ ഈ വാഹനങ്ങളൊക്കെ ഏതൊക്കെയോ ഭാഗത്തൂടെയാണ് പോകുന്നത്. വൺ വേ കൂടെയൊക്കെ നേരെ ഓപ്പോസിറ്റ് കാറുകൾ വരുന്നത്. എന്നാൽ എങ്ങനെയൊക്കെയോ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്ത് ഡേവിഡിന്റെ അച്ഛനുണ്ടല്ലോ ജൂലിയസ് കൺട്രോൾ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ വലിയ ഷിപ്പുകൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് വലിയ വലിയ ഹെലികോപ്റ്ററുകളും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ എങ്ങനെയൊക്കെയോ ഡേവിഡ് ഇപ്പോൾ വൈറ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വിധത്തിൽ അലീനയെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ഇടി ഒരവസരം പ്രസിഡന്റുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. അപ്പൊ അലീന ആദ്യമൊന്നും സമ്മതിച്ചില്ല കേട്ടോ. പിന്നീട് അവസാനം സമ്മതിക്കുകയാണ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഈ പ്രസിഡന്റ് അതുപോലെ തന്നെ ഡേവിഡ് ഈ രണ്ടുപേരും തമ്മിൽ തീരെ ഒക്കൂല കേട്ടോ. എന്തൊക്കെയോ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന പറഞ്ഞതുകൊണ്ട് പ്രസിഡന്റ് ഡേവിഡിനോട് സംസാരിക്കാൻ വരികയാണ്. പക്ഷെ അത് ഡേവിഡാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വന്ന് നിൽക്കുകയാണ് പ്രസിഡന്റ്. പിന്നീട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെറുതെ അലമ്പാക്കണ്ടെന്ന് കരുതിയിട്ട് ഡേവിഡ് തന്നെ പ്രസിഡന്റിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറേ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ആ വന്ന സ്പേസ് ഷിപ്പുകൾ ഉണ്ടല്ലോ അവർ പരസ്പരം എന്തൊക്കെയോ സിഗ്നലുകൾ, അതായത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ ചില സിഗ്നൽ എന്റെ ലാപ്ടോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അവരെന്തോ ഒരു കൗണ്ട് ഡൗൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ചുരുങ്ങിയ സമയമാണ്. ആ സമയത്തിനുള്ളിൽ അവർ നമ്മുടെ ഭൂമിയിൽ എന്തോ ചെയ്യാൻ പോവുകയാണ്. മിക്കവാറും അതൊരു അറ്റാക്ക് ആവാനാണ് സാധ്യത. അതായത് ഈ ഭൂമിയുടെ പല ഭാഗത്തും ഓരോ ഷിപ്പുകൾ ലാൻഡ് ചെയ്തിട്ടില്ലേ, ഇതിന്റെ അടിഭാഗത്തുള്ള ആൾക്കാർ ഒട്ടും സേഫ് അല്ല എന്ന് പറയാം. അതായത് സംഗതി കുറച്ച് സീരിയസ് ആണെന്ന് നമ്മുടെ ഡേവിഡ് പറയാണ്. കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ പ്രസിഡന്റ് അതുപോലെ തന്നെ വലിയ വലിയ ഓഫീസേഴ്സ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എവാക്യുവേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്. അതേ നേരം തന്നെ ഒരു ഹെലികോപ്റ്റർ എന്താണ് ഈ സ്പേസ് ഷിപ്പ് എന്നറിയാൻ വേണ്ടി ഏകദേശം അതിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കറക്റ്റായി ലൈവായിട്ട് തന്നെ എന്താണ് ഇവിടെ കാണുന്നതെന്ന് ആ ഒരു പൈലറ്റ് നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ഷിപ്പിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു നീല വെളിച്ചം വരുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഫയറിംഗ് ഉണ്ടാവുകയാണ്. അങ്ങോട്ടേക്ക് പോയ എല്ലാ ഹെലികോപ്റ്റേഴ്സും സ്പോട്ടിൽ തകർന്നു പോകുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ വൈറ്റ് ഹൗസിൽ നിന്നും പ്രസിഡന്റ്
ഡേവിഡിന്റെ അച്ഛൻ, അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള അലീന, പിന്നെ കുറെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം വേഗം തന്നെ അവിടുന്ന് എവാക്യുവേറ്റ് ചെയ്യാണ്, പോവാണ് ഒരു ഫ്ലൈറ്റ് ഉപയോഗിച്ച്. പ്രസിഡന്റിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ മകളുണ്ട് കേട്ടോ. എന്നാൽ പ്രസിഡന്റിന്റെ ഭാര്യ കൂടെയില്ല, അവരെ കൊണ്ടുവരാനായിട്ട് മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഡേവിഡ് അവന്റെ ലാപ്ടോപ്പിൽ അവന് കിട്ടിയ ഒരു സിഗ്നൽ കറക്റ്റ് ആയിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൗണ്ട് ഡൗൺ പതിയെ കുറഞ്ഞു വന്ന് അത് അവസാനം 10, 9, 8 എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് 0 ആയ അതേ നിമിഷം തന്നെ ഭൂമിയിൽ പല ഭാഗത്തുണ്ടായിരുന്ന ഓരോ ഷിപ്പിന്റെയും നടുഭാഗം തുറന്ന് പവർഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീം ഭൂമിയിലേക്ക് വന്ന് അടിക്കുകയാണ്. പൊടുന്നതിന് അതിന്റെ അടിഭാഗം മുഴുവനായിട്ട് കത്തിച്ചാമ്പലാവുന്നുണ്ട്. രക്ഷപ്പെട്ട ആൾക്കാർ രക്ഷപ്പെട്ടു എന്ന് പറയാം. അതുപോലെ ഷിപ്പിന്റെ അടിഭാഗത്തുണ്ടായിരുന്ന ആ ഒരു വലിയ വലിയ ബിൽഡിംഗ്, നഗരം, ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാവുകയാണ്. ഇപ്പോ ന്യൂയോർക്കിൽ നടന്ന ആ ഒരു ബ്ലാസ്റ്റിൽ നമ്മുടെ നായകനായിട്ടുള്ള സ്റ്റീഫൻ ഉണ്ടല്ലോ, അവന്റെ ഭാര്യയായിട്ടുള്ള ജാസ്മിനും മകനും കൂടെ ഒരു നായുണ്ടായിരുന്നു. ജാസ്മിൻ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അവളെന്താ ഒരു ബ്ലാസ്റ്റിൽ പെട്ടെങ്കിലും ജസ്റ്റ് എസ്കേപ്പ് എന്ന് പറയാം ഒരു ബിൽഡിങ്ങിന്റെ ഇടയിൽ കയറി ആ ഒരു തീനാളം ദേഹത്ത് തട്ടിക്കാതെ തന്റെ മകനെയും അതുപോലെ തന്നെ തന്റെ ഡോഗിനെയും അവൾ രക്ഷപ്പെടുത്തി എടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞു, ബ്ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു ആ ഒരു പ്രദേശം കാണിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി എല്ലാം ഡെസ്ട്രോ ആയിട്ടുണ്ട് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ മിഖായിൽ ഉണ്ടല്ലോ, അവനെയും സഹോദരങ്ങളെയും കാണിക്കുന്നുണ്ട്. കൂടെ തന്നെ അവരുടെ അച്ഛനുണ്ട് കേട്ടോ. അതായത് അതിനടിയിൽ നിന്നും അവരുടെ ആ ഒരു വണ്ടി ഉപയോഗിച്ച് പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ അവരിപ്പോ ജീവനോട് ഉണ്ട് എന്ന് പറയാം. അതുപോലെ പ്രസിഡന്റിന്റെ ഭാര്യ രക്ഷിക്കാനായിട്ട് ഒരു ടീമിനെ അയച്ചായിരുന്നല്ലോ, അവരുമായിട്ട് ഇപ്പൊ യാതൊരു കോണ്ടാക്റ്റും ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. പ്രസിഡന്റ് ആകെ സങ്കടത്തിലായി പോവാണ്. എല്ലാത്തിനും ഇവരുടെ കൂടെ തന്നെ നിന്ന് അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാലോ. എന്നാൽ കല്ല് പോലെ മനസ്സുള്ള ആ ഒരു മനുഷ്യനുണ്ടല്ലോ, റിക്കവർ ആയിട്ട് വരികയാണ്. ഭാര്യ പോയാലും ഞാനൊരു പ്രസിഡന്റ് ആണ്, കാര്യങ്ങൾ നോക്കേണ്ട ആളാണ്. പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കുന്നുണ്ട്, അതായത് ഫൈറ്റർ ജെറ്റുകൾ അങ്ങോട്ടേക്ക് അയക്കുക, എത്രയും പെട്ടെന്ന് അതിനെതിരെ അറ്റാക്ക് നടത്തുക. സോ ഒരു കൂട്ടം നല്ല ഫൈറ്റേഴ്സിനെ, നല്ല പൈലറ്റുമാരെ, എണ്ണം പറഞ്ഞ പിള്ളേരെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ടീമിലെ പ്രധാനിയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള സ്റ്റീഫൻ. അപ്പൊ അവനുണ്ട്, അവന്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, ഒരു കട്ടച്ചങ്ക അവന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അവൻ പറയുന്നത് എന്തായാലും ഈ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കല്യാണം നടത്തണം, ഞാൻ കൂടെ ഉണ്ടാവൂടാ. ഇതെല്ലാം പറഞ്ഞ് ഇവര് നേരെ ആ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് ഈ ഒരു ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാണ്. എന്നാൽ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എല്ലാ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നും അയച്ച മിസൈലുകൾ ഉണ്ടല്ലോ, അത് ആ ഒരു ഷിപ്പിൽ തട്ടുന്നില്ല. അതിന് മുന്നേ തന്നെ ഇതെല്ലാം പൊട്ടിച്ചെതറി പോവാണ്. കാരണം ആ ഒരു ഷിപ്പിന്റെ പുറത്തായിട്ട് വലിയൊരു ഷീൽഡ് തന്നെ ഉണ്ട്. ഇവർ അയക്കുന്ന ഒരൊറ്റ മിസൈൽ പോലും ആ ഒരു ഷിപ്പിൽ തട്ടുന്നുമില്ല. അതുപോലെ തന്നെ ഇവർ അതിന്റെ സൈഡിൽ കൂടെ പോയപ്പോൾ ഇവർ കണ്ടുകൊണ്ട് കാണാത്ത ആ ഒരു ഷീൽഡ് തട്ടി ഈ ഫൈറ്റർ ജെറ്റുകൾ വരെ ബ്ലാസ്റ്റ് ആയി പോവാണ്. മാത്രമല്ല അതിനുള്ളിൽ നിന്നും ഒരുപാട് ഏലിയൻ ഫൈറ്റർ ജെറ്റുകൾ വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു സ്പേസ് വാർ തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു വാറിൽ സ്റ്റീഫൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും മരണപ്പെടുന്നുണ്ട്. അവന്റെ ഉറ്റ ചങ്ങാതി വരെ മരിച്ചു പോവാണ്. അവൻ മാത്രം ബാക്കിയായി. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്റ്റീഫൻ പോവാണ്. അവന്റെ പിന്നാലെ തന്നെ ഒരു ഏലിയൻ ഫൈറ്റർ ജെറ്റും വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഒരു ട്രിക്കിലൂടെ സ്റ്റീഫൻ ഇപ്പോ ആ ഒരു ഏലിയനെ വീഴ്ത്തുന്നുണ്ട്. എവിടെയോ ഏതോ ഒരു മരുഭൂമിയിൽ ചെന്നിട്ടാണ് അവനിപ്പോ വീഴുന്നത്. ഒരു പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് പുറത്ത് ചാടിയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ആ ഒരു ഏലിയൻ ഫൈറ്റർ ജെറ്റ് ഉണ്ട്, അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ഉള്ളിലായിട്ട് ആ ഒരു ഏലിയൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് നമ്മുടെ സ്റ്റീഫനെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അതിന്റെ മുഖത്ത് നോക്കി 2 കുത്തു കൊടുത്ത് അതിനെ ബോധം കെടുത്തി അവനങ്ങിടുകയാണ്. അതായത് അതിന് ജീവനോടെ നമ്മുടെ സ്റ്റീഫൻ പിടിക്കുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് സ്റ്റീഫന്റെ വൈഫായിട്ടുള്ള നമ്മുടെ ജാസ്മിനെയാണ് കേട്ടോ. അവൾ എങ്ങനെയൊക്കെ ആ ഒരു ബ്ലാസ്റ്റിൽ നിന്ന് സർവൈവ് ആയല്ലോ. എവിടുന്ന് ഒരു ട്രക്കും കണ്ടുപിടിച്ച് അവൾ അതെടുത്തുകൊണ്ട് കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇതുപോലെ പെട്ടുകിടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മിക്കാലിന്റെ അനിയനെയും കാണിക്കുകയാണ്. അനിയനായിട്ടുള്ള ട്രോയ് ആ ഒരു മരുന്ന് എറിഞ്ഞുടച്ചത് കൊണ്ട് തന്നെ അവന് ആ മരുന്ന് കഴിക്കാത്തത് കൊണ്ടും ക്ഷീണായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ട്രോയുടെ തൊട്ടടുത്ത് തന്നെ റസൽ ഉണ്ട്. ഇതുവരെയായിട്ട് മക്കളെ നോക്കാത്ത ആളാണ്. എന്നിരുന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ ട്രോയുടെ കൂടെ തന്നെ റസൽ ഉണ്ട്. മിക്കായിൽ മരുന്നെടുക്കാൻ വേണ്ടി പല സ്ഥലത്തും പോയി നോക്കുന്നുണ്ടെങ്കിലും എവിടുന്ന് കിട്ടാനാ. ഓരോ ആൾക്കാരും അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ലില്ലി ഉണ്ടല്ലോ, മിക്കായിലിന്റെ അനിയത്തി, അവളുടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ചെക്കനെപ്പം നോക്കിയാലും നമ്മുടെ ലില്ലിയുടെ പിന്നാലെയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് എന്തോ ഒരു ആന്റിബയോട്ടിക്കേറ്റും ലില്ലിക്ക് അവൻ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് ട്രോയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. ഇതിനുശേഷം പ്രസിഡന്റ്, മിലിറ്ററി ജനറൽ, അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി, ഇവരെല്ലാവരും കാണിക്കുകയാണ്. ഇവർ ആ ഒരു ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇതിനിടയിൽ കുറച്ച് കർക്കശക്കാരനായിട്ടുള്ള ആ ഒരു ഡിഫൻസ് സെക്രട്ടറി പറയുന്നത്, സാറേ നമുക്ക് ആ ഒരു ഷിപ്പ് നശിപ്പിക്കാനായിട്ട് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചുകൂടെ? അതൊന്നും പറ്റില്ല എന്ന് പ്രസിഡന്റ് പറയാണ്. കാരണം അവരുടെ രാജ്യത്ത് തന്നെ ഇതുപോലെ ന്യൂക്ലിയർ വെപ്പൺ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ബ്ലാസ്റ്റ് കഴിഞ്ഞതോട് കൂടിയിട്ട് അതിന്റെ ആ ഒരു വിപത്ത് കഴിയുന്നില്ല. കാരണം ന്യൂക്ലിയർ ബോംബാണ്, അതിന്റെ റേഡിയേഷൻ പിന്നീട് ഒരുപാട് വർഷത്തേക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരിക്കലും ഇത് വേണ്ടെന്ന് പ്രസിഡന്റ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിഫൻസ് സെക്രട്ടറിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ തന്നെ പറ എന്തുണ്ടാക്കണം ഈ സിറ്റുവേഷനിൽ? ഞാൻ പറയുന്ന ഐഡിയ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടതെന്ന്. ഇതിനിടയിൽ ഡേവിഡും വരുന്നുണ്ട്. ഡേവിഡ് പറയുന്നത്, ഒരു കാരണവശാലും ന്യൂക്ലിയർ ബോംബ് ഇടുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇനി ആ ഒരു ഷിപ്പ് നശിപ്പിച്ചാൽ തന്നെ അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മളും അതുപോലെ ഇവിടെയുള്ള പബ്ലിക്കും അനുഭവിക്കേണ്ടി വരും. ഇതിനിടയിൽ അങ്ങോട്ടേക്ക് നമ്മുടെ ഡേവിഡിന്റെ അച്ഛനായിട്ടുള്ള ജൂലിസ് വന്ന് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്കല്ലേ ഇവിടെ ഏരിയ 51 അങ്ങനെ കുറെ റിസർച്ച് സെന്ററും കാര്യങ്ങളൊക്കെ ഉള്ള ഏലിയൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട്, എന്ത് ഈ സിറ്റുവേഷനിൽ ഏരിയ 51 ഒന്ന് പോയിക്കൂടെ? അവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിവരമില്ലേ? എന്താടോ അങ്ങനെയൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പറയണോ, എടോ അതൊക്കെ ഒരു ഫേക്ക് ആണ്, അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഡിഫൻസ് സെക്രട്ടറി പറയുന്നത്, സാറേ അങ്ങനെയല്ല, ഏരിയ 51 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ചില കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയാം. ഇതിനുശേഷം നമ്മുടെ സ്റ്റീഫനെ കാണിക്കുകയാണ്. അവൻ ജീവനോടെ ഒരു ഏലിയനെ
പിടിച്ചല്ലോ, അതിനെ ഒരു പാരച്യൂട്ടിൽ പൊതിഞ്ഞെടുത്ത് ആ മരുഭൂമിയിലൂടെ അവനങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഇടക്കിടക്ക് 4-5 ചവിട്ടൊക്കെ അതിന് കൊടുക്കുന്നുണ്ട്. നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ ശരിയാക്കൂലടാ, എന്റെ കൂട്ടുകാരനെ കൊല്ലുമല്ലടാ. ഇങ്ങനെ ആ ഒരു മരുഭൂമിയിലൂടെ സ്റ്റീഫൻ ആ ഒരു ഏലിയനെ വലിച്ചു കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് വണ്ടികൾ വരുന്ന കാണുകയാണ്. നോക്കുമ്പോ ആരാ, നമ്മുടെ മിഖായേല്, അവന്റെ അച്ഛനായിട്ടുള്ള റസല്, അവരുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അവരാണ് ആ ഒരു വണ്ടിയിൽ വരുന്നത്. അപ്പൊ പോകുന്ന പോകില് റസല് ചോദിക്കുന്നുണ്ട്, പട്ടാളക്കാരാ, എന്താണ് ഒരു ലിഫ്റ്റ് വേണോ? എന്തായാലും ഈ വെയിലത്ത് മരുഭൂമിയിലൂടെ നടക്കാൻ നമ്മുടെ സ്റ്റീഫന് ഭ്രാന്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ ഏലിയനെയും വണ്ടിയിൽ കയറ്റിയിട്ട് അവരുടെ കൂടെ സ്റ്റീഫൻ പോകുന്നുണ്ട്. ഇതിനുശേഷം ഏരിയ 51ലേക്ക് എത്തിയ നമ്മുടെ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി ഡേവിഡ്, ജൂലിയസ്, പിന്നെ സെക്രട്ടറി ആയിട്ടുള്ള അലീനയെ കാണിക്കുകയാണ്. അതായത് ആദ്യമായിട്ടാണ് പ്രസിഡന്റ് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അധികാരത്തിൽ വരുന്ന പ്രസിഡന്റിനെ പോലും അറിയിക്കാതെ അത്രയും സീക്രട്ട് ആക്കിയിട്ടാണ് വെക്കുക. എന്തായാലും അവർ അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ അവിടുത്തെ ഹെഡ് ആയിട്ടുള്ള ഡോക്ടർ ഒക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒക്കനല്ല, ഒക്കം, ഡോക്ടർ ഒക്കം. കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെ തോന്നുമെങ്കിലും ആള് ഭയങ്കര ജീനിയസ് ആണ് കേട്ടോ. എന്തായാലും ഡോക്ടർ ഒക്കം വന്നിട്ട് പ്രസിഡന്റിനെയും കൂട്ടി മറ്റൊരു ഹാളിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരു കാര്യം ഡോക്ടർ ഒക്കം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പ്രസിഡന്റും ഡേവിഡും എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഈ ഏലിയൻസ് ഭൂമിയെ കുറിച്ച് പഠിക്കാനായിട്ട് നേരത്തെ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ആ ഒരു ഷിപ്പ് തകർന്ന്, ചെറിയ ഷിപ്പാണ്, അത് തകർന്ന് വീണിട്ടുണ്ട്. അതിലൊരെണ്ണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയത് ചത്തുപോയ 3 ഏലിയൻസിന്റെ ശരീരം അത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെട്ടിക്കീറി മുഴുവനായിട്ടും അതിനെക്കുറിച്ച് ഡോക്ടർ ഒക്കം പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഏലിയൻസിന് കിട്ടുന്ന സമയത്ത് ഇവറ്റകൾ ഒരു പ്രത്യേകതരം ബയോ മെക്കാനിക്കൽ സ്യൂട്ട് അണിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പവർഫുൾ ആയിരുന്നു അവറ്റകൾ. അതുപോലെ തന്നെ ഈ ഏലിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് പോലെ ശബ്ദത്തിലൂടെയല്ല, ടെലിപ്പതി എന്ന ഒരു പ്രത്യേക കഴിവ് ഉപയോഗിച്ചാണ്. അതായത് ഒരുപാട് അകലെയുള്ള ഒരു ഏലിയനുമായിട്ട് ഉള്ളിലെ മനസ്സുകൊണ്ട് ഇവിടെയുള്ള ഏലിയന് സംസാരിക്കാൻ കഴിയും. അതുപോലെ തന്നെ മടിച്ചുകൊണ്ട് ഡോക്ടർ ഒക്കം ഒരു കാര്യം പറയുന്നുണ്ട്. പ്രസിഡന്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നെഗറ്റീവായിട്ട് എടുക്കരുത്. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ, സാറേ ഈ ഒരു ഏലിയൻസ് ഉണ്ടല്ലോ ഭയങ്കര അഡ്വാൻസ് ആണ്, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല. ഈ സമയത്ത് പ്രസിഡന്റ് നേരെ നോക്കുന്നത് നമ്മുടെ ഡേവിഡിനെയാണ്. കാരണം ഈ ഏലിയൻസിന്റെ ആർക്കും ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിഗ്നൽ നമ്മുടെ ഡേവിഡ് ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ കൗണ്ട് ഡൗൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡേവിഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഡേവിഡിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ പ്രസിഡന്റ് നോക്കിയപ്പോൾ അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയണം. ഇതിനിടയിൽ ഡോക്ടർ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡേവിഡിനെ ആ ഒരു ഏലിയൻ ഷിപ്പിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് 3 സീറ്റ് കപ്പാസിറ്റിയാണ്. അതിനുള്ളിൽ അവർ ഉപയോഗിക്കുന്ന എന്തൊക്കെയോ കുറെ കോഡുകളുണ്ട്. അതൊന്നും ഇതുവരെയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ സമയത്താണ് ഡോക്ടർ ഒക്കം ഒരു കാര്യം അറിയുന്നത്. ഏരിയ 51ലേക്ക് ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരുണ്ട്. അയാളുടെ കയ്യിൽ ജീവനുള്ള ഒരു ഏലിയൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇത് കേട്ടപാട് തന്നെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. മാത്രമല്ല ജീവനോട് കൊണ്ടുവന്ന ആ ഒരു ഏലിയനെ സ്റ്റീഫന്റെ കയ്യിൽ നിന്നും ഇവർ മേടിക്കുന്നുണ്ട്. അതായത് സ്റ്റീഫനും സംഘം അങ്ങോട്ട് വന്നത്. ഇതിനിടയിൽ നമ്മുടെ റസലി പട്ടാളക്കാരുടെ ഇടയിൽ ഡോക്ടറുടെ ഇടയിലൊക്കെ വന്നിട്ട് ആ കാലമ്പ്, നിങ്ങൾക്ക് സാധനം കിട്ടിയില്ലേ, ഇനി എന്റെ മകനൊന്ന് ഹെൽപ്പ് ചെയ്യും, മരുന്ന് എന്തെങ്കിലും വേണമെന്നിട്ട് അലമ്പാക്കുമ്പോൾ ഒരു ഡോക്ടർ പറയണം ഇയാൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഒപ്പിച്ചു കൊടുക്ക്. ഇതുവരെയായിട്ട് മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളാണ്, എന്നാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ നായകനായിട്ടുള്ള സ്റ്റീഫൻ ആ ജീവനുള്ള ഏലിയനെ ഇവിടെ എത്തിച്ചതോട് കൂടിയിട്ട് അവന്റെ ആ ഒരു ജോലി കഴിഞ്ഞു. ഇനിയിപ്പോ അവന്റെ ആ ഒരു ക്യാമ്പിലേക്ക് പോകണം. സോ ആ ഒരു കാര്യം പറയാനായിട്ട് മിലിറ്ററി ജനറലിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ജനറൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഒരു കാര്യം പറയണം. സ്റ്റീഫൻ, ഞാൻ പറയുന്ന കാര്യം കേട്ട് നീ വിഷമിക്കരുത്. അതായത് നിങ്ങളൊരു അറ്റാക്കിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയായിരുന്നല്ലോ, അപ്പൊ തന്നെ അവറ്റകൾ തിരിച്ചു വന്നു, നിങ്ങളുടെ ആ ഒരു ക്യാമ്പ് മുഴുവനായിട്ട് നശിപ്പിച്ചു. അതായത് സ്റ്റീഫന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം കേട്ട് സ്റ്റീഫൻ വല്ലാതെ വിഷമിച്ച് ആകെ തകർന്നു പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ ലാബിലേക്ക് കൊണ്ടുപോയ ജീവനുള്ള ആ ഒരു ഏലിയനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഒക്കവും അദ്ദേഹത്തിന്റെ ആ ഒരു ടീമും. എന്നാൽ പറഞ്ഞല്ലോ ഈ ഏലിയന്റെ പുറത്തുള്ളത് ശരിക്കും ആ ഒരു ഏലിയന്റെ യഥാർത്ഥ രൂപമല്ല, അതൊരു ബയോ മെക്കാനിക്കൽ സ്യൂട്ടാണ്. ആ സ്യൂട്ട് പതിയെ ഇവർ തുറക്കുന്നതിനനുസരിച്ച് ആ ഒരു ഏലിയന് സ്വബോധം തിരിച്ചു കിട്ടാൻ തുടങ്ങി. പെട്ടെന്ന് അതൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആ ശബ്ദം ഡോക്ടർ ഒക്കത്തിനെ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു ഏലിയന് ആരെ ടാർഗറ്റ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. പിന്നീട് അത് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയാണ്. ആ സ്യൂട്ടിന്റെ ഉള്ളിൽ നിന്നും ഏലിയൻ പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഭീമാകാരമായ ശരീരമായിരുന്നു അതിന്റേത്. പിന്നീട് ആ ലാബിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ആ ഒരു ഏലിയൻ കൊന്നു കളയുന്നുണ്ട്. ജീവനോടെ ഒരാള് പോലും ബാക്കിയായില്ല കേട്ടോ. ഡോക്ടർ ഒക്കം അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയില്ല. എല്ലാവരുടെയും ഒരു നിലവിളി മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലാബിലേക്ക് പ്രസിഡന്റ് അതുപോലെ തന്നെ ഡേവിഡ് കുറച്ച് ആൾക്കാർ വരികയാണ്. കാരണം ജീവനോടെ ഒരു ഏലിയനെ കൊണ്ടുവന്നതല്ലേ, എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു ലാബിലേക്ക് വന്നു നോക്കുമ്പോൾ സത്യത്തിൽ അവിടെ ആരെയും കാണുന്നില്ല. ഫുള്ളായിട്ടും ഒരു പുക മാത്രം. അപ്പോൾ ഡോക്ടർ ഒക്കത്തിനെ പ്രസിഡന്റ് ചെന്ന് അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കഴുത്തിൽ പാമ്പ് പോലെ എന്തോ ഒന്ന് ചുറ്റിയ അവസ്ഥയിൽ ഈ ഡോക്ടർ ഒക്കം ആ ഒരു കണ്ണാടിയുടെ ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത നിമിഷം തന്നെ എല്ലാവർക്കും മനസ്സിലായി ഡോക്ടർ ഒക്കം പൂർണ്ണമായിട്ടും മരിച്ചു കഴിഞ്ഞു. അയാളുടെ ആ ഒരു ശരീരത്തിലൂടെ മനുഷ്യരോട് ആ ഏലിയൻ അതാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഏലിയനോട് ഇവർക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പൊ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? സമാധാനം, ആ രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോയിക്കൂടെ? എന്നാൽ ആ നേരത്ത് ഏലിയൻ ടെലിപ്പതിയിലൂടെ ഈ ഡോക്ടർ ഒക്കത്തിന് ഉപയോഗിച്ച് സംസാരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ സമാധാനോ, ഞങ്ങൾക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നിങ്ങളുടെ എല്ലാത്തിന്റെയും മരണം. അതേ സമയത്ത് തന്നെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇപ്പൊ പ്രസിഡന്റിന്റെ തലയുടെ ഉള്ളിൽ മാത്രമായിട്ട് വരികയാണ്. അതായത് ഈ ഒരു ഏലിയന് അത് വിചാരിക്കുന്ന ആളെ കൺട്രോൾ ചെയ്യാൻ കഴിയും.
കഴിയും. അങ്ങനെ ആ ഒരു ശബ്ദം വെച്ച് പ്രസിഡന്റിനെ ഏലിയൻ ടോർച്ചർ ചെയ്യുമ്പോൾ പ്രസിഡന്റിന് പല കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നും പ്രസിഡന്റിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒറ്റ വഴിയുള്ളൂ, അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ ആ ഒരു ഏലിയനെ തുരാന്നിട്ട് വെട്ടിവെക്കുകയാണ്. ഏലിയൻ ഇപ്പോൾ ചത്ത് മലയ്ക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സും മരിച്ചിട്ടുണ്ട്. ആ നേരത്താണ് പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നത്, ഇവറ്റകൾ നമ്മളുമായിട്ട് ഒരിക്കലും ഒരു സന്ധിക്കോ അല്ലെങ്കിൽ സമാധാനത്തിനോ വരില്ല. കാരണം ഇവറ്റകൾക്ക് ഇത് വെറും ഒരു ഇടത്താവളം മാത്രമാണ്. ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ നമ്മുടെ ഭൂമിയെ നശിപ്പിച്ച് ഇതിനുള്ളിലെ നാച്ചുറൽ റിസോഴ്സ്, അതായത് പെട്രോളിയം പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും വലിച്ചെടുത്ത് ഭൂമിയെ നശിപ്പിച്ച് ഇവറ്റകൾ മറ്റെവിടെയെങ്കിലും പോകും. ഇതുപോലെ ഒരുപാട് ഗ്രഹങ്ങളെ ഇവറ്റകൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതായത് ഈ ഏലിയൻസിനെതിരെ യുദ്ധം ചെയ്യാല്ലാതെ വേറൊരു വഴിയില്ല. എന്നാൽ അതെങ്ങനെ ചെയ്യും? ഇവറ്റകളുടെ ഷിപ്പ് അതിന് ചുറ്റുമായിട്ട് ഒരു വലിയ പ്രൊട്ടക്റ്റീവ് ബാരിയർ തന്നെ ഉണ്ടല്ലോ. അത് ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യരുടെ കയ്യിലുള്ള ഏത് ആയുധം ഉപയോഗിച്ചും അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ എല്ലാവരും ആകെ കൺഫ്യൂഷനിലാണ്, ഓരോരുത്തരും ഓരോ ഭാഗത്താണ്. ഇതിനിടയിൽ നമ്മുടെ ഡേവിഡ് ഉണ്ടല്ലോ, ഭാര്യയായിട്ടുള്ള പ്രസിഡന്റിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അലീനയുമായിട്ടൊന്ന് സന്ധി സംഭാഷണത്തിന് നോക്കുന്നുണ്ട്. ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ഹാർഷായിട്ടാണ് അവൾ സംസാരിക്കുന്നത്. എന്തോ ഡേവിഡിന് അത് ഭയങ്കരമായിട്ട് മനസ്സിനൊരു വേദനയായി പോയി. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ സ്റ്റീഫനെ കാണിക്കുന്നുണ്ട്, ഭയങ്കര സാഡായിട്ട് ഇരിക്കുകയാണ്. ഇതിനിടയിൽ അവിടെ മിലിറ്ററി ആക്ടിവിറ്റികളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ വെച്ച് സ്റ്റീഫൻ ഒന്നും നോക്കിയില്ല, ഒരു ഹെലികോപ്റ്റർ അടിച്ചു മാറ്റി ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. കാരണം ഭാര്യ അവൾ എവിടെയാണെന്ന് അറിയില്ല, ജാസ്മിനെ തേടി തന്നെ ആ ഒരു ഹെലികോപ്റ്റർ എടുത്ത് പോവുകയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സമാധാനവും കാര്യങ്ങളോ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു അറ്റാക്ക് കൂടെ നടത്താൻ വേണ്ടി പറയണം. രണ്ടാമത്തെ അല്ല, ശരിക്കും ഇത് മൂന്നാമത്തെയാണ്. ഒരു ടീമിനെ തന്നെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. വലിയ മിസൈലുകൾ അവറ്റകൾക്ക് നേരെ, അതായത് ആ ഒരു ഭൂമിയിലേക്ക് വന്ന ഷിപ്പിന് നേരെ അയക്കുന്നുണ്ടെങ്കിലും യാതൊരു ഫലവും കാണുന്നില്ല. കാരണം ഇവർ അയക്കുന്ന മിസൈലുകൾ ആ ഒരു ഷിപ്പിൽ തട്ടുന്നില്ല. അതിന് മുന്നേ തന്നെ അതെല്ലാം പൊട്ടിപ്പോവാണ്. പിന്നീട് വളരെ നിരാശയോടുകൂടി തന്നെ പ്രസിഡന്റ് ആ ഒരു മിഷൻ അബോർട്ട് ചെയ്യാൻ പറയാണ് കേട്ടോ. കാരണം ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. ആ പോയ ആൾക്കാരെ മുഴുവൻ കൊലക്ക് കൊടുക്കുന്നതിലും നല്ലത് മിഷൻ അത് അവിടെ നിർത്തുന്നതല്ലേ. ഇതിനിടയിൽ ഹെലികോപ്റ്ററുമായിട്ട് ഭാര്യ തേടിപ്പോയ സ്റ്റീഫൻ അവസാനം ജാസ്മിനെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പൊ അവിടുത്തെ ഒരു പ്രധാന ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ജാസ്മിൻ ഒരു ട്രക്കുമായിട്ട് സർവൈവ് ചെയ്ത ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഒരാൾ കൂടെ അവളുടെ കൂടെ ഉണ്ടായിരുന്നു, മറ്റാരുമല്ല, പ്രസിഡന്റിന്റെ വൈഫ്. സോ വേഗം തന്നെ ഇവരെല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഏരിയ 51ലേക്ക് വരികയാണ്. ഭാര്യ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് ഭയങ്കര സന്തോഷത്തിൽ വരികയാണ്. കൊണ്ടുവന്നപാട് തന്നെ അവരെ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭീകരമായ രീതിയിൽ ബ്ലഡ് പോയതുകൊണ്ട് തന്നെ അവർ അധിക നേരം ജീവിച്ചിരിക്കില്ല. ഭാര്യയുടെ അടുത്ത് വന്ന് പ്രസിഡന്റ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. രാജ്യത്തിന് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെച്ചു, പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാടൊന്നും മാറ്റിവെക്കാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു പോവാണ്. ഒരുപാട് വേദനയോട് കൂടിയിട്ട് മകളുടെ അടുത്തേക്ക് വന്ന് ഭയങ്കര വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഡേവിഡിനെ കാണിക്കുകയാണ്. നമ്മുടെ അലീന ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആള് ഭയങ്കര നിരാശാകാമകനായിട്ട് വെള്ളമടിച്ച് നടക്കുമ്പോൾ ഡേവിഡിന്റെ അടുത്തേക്ക് ജൂലിയസ് വന്നിട്ട് പറയണം, നീ എന്താടാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്ന് വരുത്തി വെച്ചിട്ട് ശരീരത്തിൽ നോക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടുണ്ടെങ്കിലേ വല്ല പനിയും പിടിച്ച് ചത്ത് കിടക്കേണ്ടി വരും. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഡേവിഡിന് പെട്ടെന്ന് റേഡിയോ തോന്നുന്നു, അച്ഛൻ എന്താ പറഞ്ഞത്, പനി പിടിച്ച് ചത്ത് കിടക്കേണ്ടി വരുന്നോ? പെട്ടെന്ന് തന്നെ അവന്റെ തലയിൽ ആ ഒരു കിക്കല ഒഴിവാക്കിയിട്ട് ഓടിച്ചെന്ന് പെട്ടെന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂടുന്നുണ്ട് പ്രസിഡന്റ്. ബാക്കിയുള്ള പ്രധാനിയായിട്ടുള്ള ആൾക്കാർ എല്ലാവരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. പിന്നീട് ഇവരുടെ ഒരു ലാബിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നേരത്തെ ഇവർക്ക് കിട്ടിയ ഒരു ഏലിയൻ ചെറിയ ഷിപ്പ് ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മുടെ ഡേവിഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു പട്ടാളക്കാരനോട് അതിലേക്ക് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ആദ്യത്തെ തവണ ഇയാൾ ഷൂട്ട് ചെയ്തപ്പോൾ അതിന്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, അതിൽ തട്ടി ബുള്ളറ്റ് തെറിച്ചു പോകുന്നുണ്ട്. സംഗതി ഇങ്ങനെയാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ. എന്നിട്ട് രണ്ടാമത് ഡേവിഡ് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്ത് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ പറയാണ്. രണ്ടാമത്തെ തവണ ഷൂട്ട് ചെയ്തപ്പോൾ ആ ബുള്ളറ്റ് അതിൽ ചെന്ന് കയറി. അപ്പൊ എല്ലാവരും ഡേവിഡിനോട് എന്താ നിങ്ങൾ അതിൽ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇതൊരു പ്രത്യേകതരം ടെക്നോളജിയാണ്. അതായത് ആ ഷിപ്പിന്റെ ചുറ്റുമുള്ളത് ഒരു തരം ഒരു വിസിബിൾ അല്ലാത്തൊരു വലയാണ്. ഞാനൊരു ആന്റി വൈറസിനെ അതിന്റെ സിസ്റ്റത്തിലേക്ക് കയറി വിട്ടു. സോ കുറച്ച് നേരത്തേക്ക് ആ ഒരു വലയം ഉണ്ടാവില്ല. അപ്പൊ എന്റെ ഒരു പദ്ധതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മദർഷിപ്പ് അങ്ങ് സ്പേസിൽ കിടക്കുന്നുണ്ട്. അതായത് ചന്ദ്രന്റെ 1/3 അത്രയും വലിപ്പമുള്ള ഒരു ഷിപ്പാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മളൊരു വൈറസ് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഇവറ്റകളുടെ ഭൂമിയിലെ ഷീൽഡും കാര്യങ്ങളൊക്കെ ഇല്ലാതാവില്ലേ? കാരണം എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. പക്ഷേ ഇത് കാര്യം ചെയ്യും, ജീവൻ പണയം വെച്ചുകൊണ്ട് ഒരു പൈലറ്റ് വരണ്ടേ? ആദ്യമൊന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവരും പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്റ്റീഫൻ, കഥയുടെ നായകൻ തന്നെ, അവൻ മുന്നോട്ട് വന്നിട്ട് പറയണം, സാറേ ഞാൻ നോക്കിക്കോളാന്ന് പറയണം. പക്ഷെ എങ്ങനെ അങ്ങ് സ്പേസിലുള്ള മദർഷിപ്പിന്റെ ഉള്ളിലേക്ക് ഇവർ പോകും? അതിനല്ലേ ദാ കിടക്കുന്ന ഏലിയൻ ഷിപ്പ് തന്നെ. അപ്പൊ അതെടുത്തോണ്ട് പോവാന്ന് നമ്മുടെ ഡേവിഡ് പറയാണ്. ഇതാണ് ഡേവിഡിന്റെ പദ്ധതി. അതായത് ഏലിയൻ ഷിപ്പ് ഉപയോഗിച്ച് നേരെ മദർഷിപ്പിന്റെ ഉള്ളിലേക്ക് ചെല്ലണം. അതിന്റെ ഉള്ളിൽ ചെന്ന് വൈറസ് അവരുടെ സിസ്റ്റത്തിൽ കയറ്റി വിടണം. അങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ കുറച്ച് നേരത്തേക്ക് അവരുടെ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ, പുറത്തുള്ള അവർ കാണാൻ പറ്റാത്ത ലെയർ ഇല്ലാതാകും. ആ നേരത്ത് പെട്ടെന്ന് തന്നെ അറ്റാക്ക് നടത്തുക, ഇവരുടെ ഷിപ്പുകളെ ഇല്ലാതാക്കുക. ഇങ്ങനൊരു പദ്ധതി ഇവർ നടപ്പാക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ പട്ടാളക്കാരും ഈ ഒരു കാര്യം അറിയണ്ടേ. അപ്പോൾ മോഴ്സ് കോഡിലൂടെ റഷ്യൻ പട്ടാളക്കാർ, ചൈനീസ് പട്ടാളക്കാർ, ഇംഗ്ലീഷ് പട്ടാളക്കാർ, അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരു വിവരം കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കൊണ്ട് അവറ്റകളുടെ ആ ഒരു ബാരിയർ ഇല്ലാതാവും. അപ്പ കയറി അടിച്ചു പോകും. ഇതുപോലെ തന്നെ ഏരിയ 51 നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ കയ്യിൽ ഒരുപാട് ഫൈറ്റർ ജെറ്റുകളുണ്ട്. എന്നാൽ ഇത് പറപ്പിക്കാൻ ആവശ്യമായ പൈലറ്റുമാർ കുറെ പേരൊന്നും ജീവനോടെ ഇല്ല. അപ്പൊ ആ കൂട്ടത്തിലുള്ള ആൾക്കാരോട് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്ലൈറ്റ് പറത്താൻ അറിയോ? കുറച്ച് ആളുകളൊക്കെ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ മിഖായിലിനെയും ട്രോയിയുടെയും ലില്ലിയുടെയും
എലിയുടെ അച്ഛനായിട്ടുള്ള കുടിയനായിട്ടുള്ള റസലും ഉണ്ട്. കാരണം ഇയാൾ ചെറിയ ഫ്ലൈറ്റ് ഉപയോഗിച്ച് തോട്ടത്തിൽ മരുന്നടിക്കുന്ന പണിയാണ്. സോ ഇയാൾ ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് വരികയാണ്. അതുപോലെ തന്നെ ഒരു സൂയിസൈഡൽ മിഷനാണ് നമ്മുടെ ഡേവിഡും സ്റ്റീഫനും പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഈ ഒരു യാത്ര പോകുന്നതിന് മുന്നേ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഫാദറിന്റെ അടുത്തേക്ക് ചെന്ന്, അതായത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഫാദറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ജാസ്മിന്റെ മകനെയും മുൻനിർത്തിക്കൊണ്ട് അവരവിടെ വെച്ച് തന്നെ വിവാഹം കഴിക്കുകയാണ്. അപ്പൊ അതിന്റെ സാക്ഷിയായിട്ട് സ്റ്റീഫൻ ഇപ്പോൾ ഡേവിഡിനെയും അതുപോലെ തന്നെ അലീനെയും വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ പുറത്ത് ഒരുപാട് പൈലറ്റുമാർ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ഈ ഒരു യുദ്ധം, ഇതിൽ എത്ര പേർ ജീവനോടെ തിരിച്ചു വരുന്നു എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, നമ്മുടെ ഈ ഒരു പോരാട്ടം അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ യുദ്ധത്തിൽ വിജയിക്കും. നമ്മൾ ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യും. പുറത്തുനിന്ന് വന്ന ഒരുത്തനും നമ്മളെ ഇല്ലാതാക്കാൻ നമ്മൾ സമ്മതിക്കില്ലടാ. വെറുതെ അല്ല ഈ ചെറിയ പ്രായത്തിൽ പ്രസിഡന്റ് ആയത്. അതുപോലെ തന്നെ ഇയാൾ പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ ഒരു പൈലറ്റ് ആയിരുന്നു. സോ ഇവിടെ നടക്കാൻ പോകുന്ന ആ ഒരു ആകാശ യുദ്ധത്തിൽ പ്രസിഡന്റ് കൂടെ ഒരു ഫൈറ്റർ ജെറ്റ് എടുത്ത് പോകാൻ പോവാണ് കേട്ടോ. എന്തായാലും ആ ഒരു ഏലിയൻ ഷിപ്പുമായിട്ട് പോകുന്നതിന് മുന്നേ ഡേവിഡ് അവന്റെ മുൻ ഭാര്യയായിട്ടുള്ള അലീനയോട് യാത്ര പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീഫൻ അവന്റെ ഭാര്യയായിട്ടുള്ള ജാസ്മിനോട് യാത്ര പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ റസലിനെ നോക്കുകയാണെങ്കിൽ കുടിയനായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ അവസാനം എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ ഈ യുദ്ധത്തിൽ ഇയാൾ തിരിച്ചു വരുമോ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മകനായിട്ടുള്ള മിഖായേൽ, ട്രോയ്, ലില്ലി ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് റസലും പോവാണ്. ഇതിനുശേഷം ലാബിന്റെ ഉൾഭാഗം കാണിക്കുകയാണ്. നമ്മുടെ ഡേവിഡ്, സ്റ്റീഫൻ രണ്ടുപേരും ഇപ്പൊ ആ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ആ ഒരു മദർഷിപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് കയറ്റേണ്ട ആ ഒരു വൈറസും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ സ്റ്റീഫൻ ഈ ഒരു ഏലിയൻ ഷിപ്പുമായിട്ട് ഇവിടുന്ന് പറന്നുയരുകയാണ് കേട്ടോ. വളരെ വേഗതയായിരുന്നു. അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ചെറിയ ഫൈറ്റർ ജെറ്റുമായിട്ട്, ചെറിയ ഷിപ്പുമായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റീഫൻ ഉണ്ടല്ലോ നേരെ ശൂന്യാകാശത്തിലേക്ക് എത്തുകയാണ്. ഏതൊരു പൈലറ്റിന്റെയും ഒരു ആഗ്രഹമാണ് പറന്ന് അങ്ങോട്ട് എത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫന്റെയും ഒരു ആഗ്രഹമായിരുന്നു ഇത്. അങ്ങ് ശൂന്യാകാശത്തിലേക്ക് ആ ചെറിയ ഫൈറ്റർ ജെറ്റുമായിട്ട് അവൻ എത്തുന്നുണ്ട്. അങ്ങനെ അവസാനം ഏലിയൻസിന് ആ ഒരു മദർഷിപ്പിന്റെ ഉള്ളിലേക്ക് പതിയെ അവർ പോവുകയാണ്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ഷിപ്പ് ഉണ്ടല്ലോ ഇതിന് ആ ഒരു മദർഷിപ്പ് തന്നെ സ്വയം കൺട്രോൾ ചെയ്യാണ്. അതായത് സ്റ്റീഫന് അത് ഓടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ ഒരു ഷിപ്പിന്റെ ഉള്ളിൽ കയറിയ സമയത്താണ് അതിന്റെ ആ ഒരു വലുപ്പം കാണുന്നത്. മച്ചാന്മാരെ, അതിഭീമാകാരമായിട്ടുള്ള ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ലോകം തന്നെയായിരുന്നു ആ ഏലിയൻ സ്പേസ് ഷിപ്പ്. അതിശയിപ്പിക്കുന്ന പല കാഴ്ചകളും, ഒരുപാട് വലിയ ടെക്നോളജി, ഇതെല്ലാം ഡേവിഡും സ്റ്റീഫനും നേരിട്ട് കാണുകയാണ്. അതുപോലെ ഭീമാകാരമായിട്ടുള്ള ഈ ഷിപ്പിന്റെ ഉള്ളിൽ മില്യൺസ് ഓഫ്, ലക്ഷക്കണക്കിന് ഏലിയൻ ആർമിയും തയ്യാറായിട്ട് ഒരു യുദ്ധത്തിന് വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും ഈ ഏലിയൻസ് ഒന്നും അറിയാതെ പതിയെ അവർ ആ ഒരു ഷിപ്പിൽ ലാൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പിന്നീട് ഈ ഒരു ഡേവിഡ് അവൻ കൊണ്ടുവന്ന ആ ഒരു വൈറസ് ഇവരുടെ സിസ്റ്റങ്ങളിലേക്ക് കയറ്റി വിടുകയാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലേ ടോട്ടലി ഇതെല്ലാം. സോ അതിൽ ചെറിയ ചെറിയ ബഗ്ഗുകളെ കയറ്റി വിടുകയാണ്. ഇതേ നേരം തന്നെ താഴെ തയ്യാറായി നിന്നിരുന്ന സൈന്യം, അതായത് ഫൈറ്റർ ജെറ്റുകളുമായിട്ട് നിന്ന എല്ലാ ആൾക്കാരും പറന്നു വരികയാണ്. കാരണം അവിടെ മദർഷിപ്പിൽ വൈറസ് കയറ്റി കഴിഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ആൾക്കാർ പെട്ടെന്ന് പറന്നു ചെല്ലുന്നുണ്ട്, ഒരു അറ്റാക്ക് നടത്തുന്നുണ്ട്. പക്ഷെ ഇവർ വിചാരിച്ചതുപോലെ അതിന്റെ ഉള്ളിൽ, മദർഷിപ്പിന്റെ ഉള്ളിലേക്ക് വൈറസിനെ കയറ്റി വിട്ടിട്ടും ആ ഒരു ബാരിയർ അതില്ലാതായിട്ടില്ല. എല്ലാവരും ആകെ നിരാശയിലാവുകയാണ്. റിട്ടേൺ വരാൻ വേണ്ടി എല്ലാവരോടും പറയുന്നുണ്ട്. എന്നാൽ പ്രസിഡന്റ് നല്ല കോൺഫിഡന്റ് ആണ്. അയാളുടെ ആ ഒരു ഫൈറ്റർ ജെറ്റുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. രണ്ടും കൽപ്പിച്ച് അയാൾ ഒരു മിസൈൽ അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത്തവണ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ആ സ്പേസ് ഷിപ്പിൽ ചെന്നിട്ട് ഇവരുടെ, നമ്മൾ മനുഷ്യരയച്ച മിസൈൽ ചെന്ന് അടിക്കുകയാണ്. ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. അതായത് നമ്മുടെ ഡേവിഡിന്റെയും സ്റ്റീഫന്റെയും പ്ലാൻ വർക്ക്ഔട്ട് ആയിരിക്കുകയാണ്. ഭൂമിയിൽ വന്ന എല്ലാ ഏലിയൻ സ്പേസ് ഷിപ്പുകൾ, അതിന്റെ എല്ലാത്തിന്റെയും പുറത്തുണ്ടായിരുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ അതില്ലാതായിട്ടുണ്ട്. സോ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ മിസൈൽ ഉപയോഗിച്ച് ഇനി അറ്റാക്ക് നടത്താം. അതുപോലെ തന്നെ ഇങ്ങനെ അറ്റാക്ക് വരുന്ന സമയത്ത് അതിനുള്ളിൽ നിന്നും ഒരുപാട് ഏലിയൻസ് വരുമല്ലോ, അവരുടെ ഷിപ്പുകളുമായിട്ട് വന്നിട്ട് മനുഷ്യർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പൊ ഭയങ്കരമായ ആകാശ യുദ്ധം തന്നെ നടക്കുകയാണ്. ഒരു പരിധിയിൽ കൂടുതൽ ഇതിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഏലിയൻസ് വിചാരിക്കുകയാണ് ഈ ഏരിയ മുഴുവനായിട്ട് അങ്ങോട്ട് തകർത്ത് കളയാണ്. സോ അതിന്റെ സെന്റർ ഭാഗം ഓപ്പൺ ആക്കിയിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ബീം ഭൂമിയിലേക്ക് അടിക്കാൻ നിൽക്കുകയാണ്. ആ നേരത്ത് തന്നെ അതിന്റെ ഉള്ളിലേക്ക് ഒരു മിസൈൽ കൊണ്ടിട്ടാൽ ചിലപ്പോൾ ഈ ഷിപ്പ് മുഴുവനായിട്ട് തകർന്നു. സോ ആ കാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. ധൈര്യമായിട്ട് തന്നെ പ്രസിഡന്റ് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. 2 മിസൈൽ അയച്ചു, 2 ഫെയിൽ ആയി പോയി. അപ്പൊ ചുറ്റുവട്ടത്ത് ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് ആ ഒരു മിസൈൽ അങ്ങോട്ടേക്ക് അടിച്ച് കയറ്റെന്ന് പറയാണ്. ആ സമയത്ത് തന്നെ റസൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാറേ ഞാനുണ്ട്, എന്റെ കയ്യിൽ ഒരെണ്ണം ബാക്കിയുണ്ട് എന്ന് പറയണം. അവൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നേരെ മിസൈൽ അതിന്റെ ഒരു ഉൾഭാഗത്തേക്ക് അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് പഴയ ഫൈറ്റർ ജെറ്റ് ആയിരുന്നു. ഇതിൽ ആ ഒരു മിസൈൽ കുടുങ്ങിക്കെടുക്കുകയാണ്. സാധനം അങ്ങോട്ടേക്ക് തെറിച്ചു പോകുന്നില്ല. അതുപോലെ തന്നെ ഈ ഏലിയൻസ് ആണെങ്കിൽ ഫയർ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. വേറൊരു വഴിയില്ല. ഇതേ നേരത്ത് തന്നെ റസൽ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. സാറേ ഞാൻ ഇവിടെ വെച്ചൊരു കാര്യം ചെയ്യാൻ പോവാണ്. പക്ഷെ അതിന് മുന്നേയായിട്ട് എന്റെ മക്കളോട് നിങ്ങളൊരു കാര്യം പറയണം. എന്റെ മക്കളോട് പറയണം, ഞാൻ എന്റെ ജീവന തുല്യം എന്റെ 3 മക്കളെയും സ്നേഹിച്ചായിരുന്നു. പക്ഷെ അവരെ നല്ല രീതിയിൽ എനിക്ക് നോക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടും ഞാനിത് ചെയ്യാൻ പോവാണ്. ഈ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്ന മിഖായിൽ കേൾക്കുന്നുണ്ട്. അതായത് എന്താണ് റസൽ ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടോ. റസൽ പിന്നീട് ഒന്നും നോക്കിയില്ല. ഫയർ ചെയ്യാൻ പോകുന്ന ഏലിയൻസിന്റെ ആ ഒരു ഗണ്ണിന്റെ ആ ഒരു ഭാഗത്തേക്ക് അവന്റെ ആ ഒരു ചെറിയ ജെറ്റ് ഉണ്ടല്ലോ അടിച്ച് കയറ്റുകയാണ് കേട്ടോ. അതിനുള്ളിൽ ആ ഏലിയൻ ഫയർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ആ ഒരു മിസൈൽ അങ്ങോട്ട് അവിടെ വെച്ചൊരു ബ്ലാസ്റ്റ് നടക്കുകയാണ്. ടോട്ടലി ആ ഒരു ബ്ലാസ്റ്റ് പിന്നീട് ആ ഷിപ്പിന്റെ ഉള്ളിലേക്ക് വ്യാപിക്കുകയാണ്. അങ്ങനെ റസൽ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവൻ പണയം വെച്ച് ആ ഒരു ഷിപ്പിന്റെ
ബോംബിനെ തകർത്ത് കളയാണ് കേട്ടോ. അവസാന നിമിഷത്തിൽ തന്റെ മക്കൾക്ക് എന്നല്ല ഈ ലോകത്തിന് വേണ്ടി തന്നെ ഈ റസൽ കുടിയാനായിട്ടുള്ള റസൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്തു. മിഗായലിന്റെ കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. എന്നാലും ഭയങ്കര ഒരു അഭിമാനം തോന്നുകയാണ്. തന്റെ അച്ഛനല്ല ഇങ്ങനെ ചെയ്തത്, ആ അച്ഛന്റെ മോനല്ലേ ഞാന്. അച്ഛനെ ഒരുപാടൊക്കെ കുറ്റം പറഞ്ഞായിരുന്നു, ഇപ്പോ മനസ്സിലൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. ഇതേ സമയം തന്നെ സ്പേസിലേക്ക് നോക്കുകയാണെങ്കിൽ മദർഷിപ്പിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മുടെ ഡേവിഡ് അതുപോലെ തന്നെ സ്റ്റീഫൻ ഇതുപോലൊരു വൈറസിനെ കയറ്റി വിട്ടു എന്നുള്ള കാര്യങ്ങൾ ഏലിയൻസ് മനസ്സിലാക്കി. സോ ഇവരെ പിടിക്കാനായിട്ട് ഇവരുടെ ചുറ്റും ഏലിയൻ വളഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ വന്ന ആ ഒരു ചെറിയ ഷിപ്പ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു എല്ലാ പ്രവർത്തനവും ഈ ഏലിയൻസ് നിർത്തലാക്കുകയാണ്. അതുകൊണ്ട് ഇതെടുത്തോണ്ട് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റീഫനും ഡേവിഡിനും ഒരു കാര്യം മനസ്സിലായി, എന്തായാലും ഏലിയൻസ് വന്ന് ഇവരെ തീർക്കാൻ വേണ്ടി പോകണം. അപ്പൊ അവസാനമായിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു സിഗരറ്റ് രണ്ടുപേരും കൂടെ ഇരുന്ന് ആസ്വദിച്ച് അങ്ങോട്ട് വലിക്കുകയാണ്. എന്തായാലും അവന്മാരായിട്ട് വന്നിട്ട് നമ്മളെ കൊല്ലണ്ട. ഇങ്ങനെ ഡേവിഡും സ്റ്റീഫനും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർ വേറൊരു കാര്യം കൂടെ ഈ ഒരു ചെറിയ ഷിപ്പിന്റെ ഉള്ളിൽ കരുതിയായിരുന്നു, അതായത് ഒരു ന്യൂക്ലിയർ വെപ്പൺ. സിഗരറ്റ് വലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മച്ചന്മാർ എന്താക്കി, എന്തായാലും മരിക്കാൻ പോവാണ്, എന്നാ പിന്നെ ഇത് കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് അങ്ങ് ചാവാം. അങ്ങനെ ഇവന്മാര് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഭൂമിയെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ന്യൂക്ലിയർ വെപ്പൺ അവിടെ റിലീസ് ചെയ്യാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഏലിയന്റെ നെഞ്ചത്തേക്കാണ് സാധനം ചെന്ന് വീഴുന്നത്. എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാക്കി തന്നെ നമ്മുടെ ഡേവിഡും സ്റ്റീഫൻ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഷിപ്പിന്റെ ചെറിയൊരു കൺട്രോൾ നമ്മുടെ സ്റ്റീഫന് കിട്ടുന്നുണ്ട്. ചെറിയൊരു ഗ്യാപ്പിൽ കിട്ടിയതാട്ടോ. കറക്റ്റ് ആ ടൈമിൽ സ്റ്റീഫൻ അത് ഉപയോഗിച്ചു. കൺട്രോൾ കിട്ടിയതും സാധനം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഒരേറ്റ വരുത്താണ്. അപ്പോഴേക്കും ആ ഒരു വലിയ മദർഷിപ്പിന്റെ ആ ഒരു ഗേറ്റ് എല്ലാം ക്ലോസ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ഇവരുടെ ആ ചെറിയ ഷിപ്പിന്റെ പിന്നാലെ വേറെ കുറച്ച് പേരും വരുന്നുണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആ വാതിൽ അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ എങ്ങനെയൊക്കെ ഇവർ രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തുകയാണ്. കുറച്ച് അപ്പുറത്തേക്ക് ഇവർ എത്തിയപ്പോഴേക്കും ഇവരുള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ന്യൂക്ലിയർ വെപ്പൺ ആക്റ്റീവ് ആകുവാണ്. ഒരേറ്റ പോട്ടലാണ് കേട്ടോ. ഉള്ളിലിട്ട് പൊട്ടിച്ചാൽ ഏത് ഏലിയന്റെ ഷിപ്പായാലും പൊട്ടിപ്പോവും, തകർന്ന് തരിപ്പണായി പോവാണ്. അതുപോലെ തന്നെ അത് തകർന്നതോട് കൂടിയിട്ട് ഭൂമിയിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ചെറിയ ചെറിയ ഷിപ്പുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തകർന്ന് വീഴുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണ് അതിലേക്കുള്ള എനർജിയും കമ്മ്യൂണിക്കേഷനും എല്ലാം വരുന്നത്. അങ്ങനെ ആ ഒരു വിവരം നമ്മുടെ പ്രസിഡന്റ് അറിയാണ് കേട്ടോ. അതുപോലെ ലോകത്തിലേക്ക് എല്ലായിടത്തും ഈ ഒരു വിവരം അറിയുന്നുണ്ട്. പക്ഷെ പല ആളുകളും നമ്മുടെ ഡേവിഡിനെയോ സ്റ്റീഫനെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല, ഒരു സീനും ഇല്ല. അതായത് അവർ മരിച്ചു എന്ന് മനസ്സിലായി. ന്യൂക്ലിയർ വെപ്പൺ അല്ലേ പൊട്ടിയത്, അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ആ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. സോ എല്ലാവരും ഭയങ്കര സാഡായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ അലീന അതുപോലെ തന്നെ ജാസ്മിൻ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും ഭർത്താവ് പോയി. എന്നാൽ പെട്ടെന്ന് ഇവർക്കൊരു സിഗ്നൽ കിട്ടുകയാണ്, ആരോ ഭൂമിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടി നോക്കുമ്പോൾ നമ്മുടെ ഡേവിഡ് അതുപോലെ തന്നെ സ്റ്റീഫൻ രണ്ടുപേരും സിഗരറ്റും വലിച്ചുകൊണ്ട് ഒരു നടത്തുണ്ട് കേട്ടോ. രണ്ടെണ്ണം കൂടെ അങ്ങനെ വരികയാണ്. അച്ഛന്മാര് പെട്ടെന്നൊന്നും ചാവില്ല. ഇവരെ കണ്ടപാടുണ്ടല്ലോ നമ്മുടെ സ്റ്റീഫന്റെ വൈഫ് ജാസ്മിൻ ഓടുകയാണ്. ജാസ്മിൻ ഓടുമ്പോൾ അവളുടെ പിന്നാലെ തന്നെ അലീന ഓടുകയാണ്. രണ്ടുപേരും ഓടിച്ചത് ചാടി കെട്ടിപ്പിടിക്കുകയാണ്. ഇത്രയും വലിയ കാര്യം ചെയ്ത ഡേവിഡിനെ എന്തായാലും അലീന വേണ്ടാന്ന് നോക്കില്ല. എന്തായാലും കഥയുടെ അവസാനം ഒരു ഹാപ്പി എൻഡിങ് ആണ്. ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്നാലും ഭൂമിയെ തന്നെ ഇല്ലാതാക്കാൻ വന്ന ആ ഒരു വലിയ ശക്തിയെ മനുഷ്യർ ഒറ്റ കെട്ടായി നിന്ന് നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ചില ജീവനുകളൊക്കെ പോയി, ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുത് റസലിന്റെയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.